ഹലോ ഫ്രണ്ട്സ്. ഒരു പ്രൊട്ടസ്റ്റുകാരന് എന്തൊക്കെ ചേഞ്ചസ് ആണല്ലേ നമ്മുടെ ഇന്ത്യയിൽ വരും. 12 വർഷമായിട്ട് മീഡിയയുടെ ഫ്രണ്ടിൽ വരായിരുന്നു നമ്മുടെ പ്രൈം മിനിസ്റ്റർ. ഇപ്പോൾ ഡെയിലി വീഡിയോ ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ് ഇൻസ്റ്റാഗ്രാമിൽ. അതുപോലെ തന്നെ മന്ത്രിമാരോടെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവ് ആണ്. ശരിക്കും ഈ ഒരു പ്രൊട്ടസ്റ്റ് വിജയിക്കുന്നത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി നടക്കുമ്പോൾ മാത്രമാണ്. അതുപോലെ തന്നെ സൂസൈഡ് ചെയ്ത കുട്ടികളുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയുള്ള ധനസഹായം, നല്ലൊരു സിസ്റ്റവും കൊണ്ടുവരണം. അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ മെയിൻ ആവശ്യം എന്ന് പറയുന്നത്. അതൊക്കെ നടക്കട്ടെ തന്നെ നമുക്ക് ആഗ്രഹിക്കാം. ഞാൻ എന്തായാലും പ്രൊട്ടസ്റ്റ് ചെയ്യുന്നവരുടെ കൂടെ തന്നെയാണ്. പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതിന് കൃത്യമായ ന്യായമുണ്ട്, കൃത്യമായ ലക്ഷ്യമുണ്ടെങ്കിൽ നമ്മൾ അവരോട് തന്നെ നിൽക്കണം, അവരെ സപ്പോർട്ട് ചെയ്യണം. ഇനി നമുക്ക് ബാക്കി വീഡിയോകളൊക്കെ ഒന്ന് കാണാം. പ്രൊട്ടസ്റ്റ് ചെയ്യാനായിട്ട് പോയാണ് മലയാളിയാണ്. ഒരു ലോകാവസാനത്തിന്റെ അടയാളം ഇസ്ലാമിൽ ആറാമത്തെ ദാബത്തുൽ അർള് എന്ന് പറഞ്ഞു. ഓഹോ ഓ എടാ, നീ എന്തിനാ ഇപ്പൊ അങ്ങോട്ട് പോയേ? നീ ഇത് പറയാനാണോ ഇവിടുന്ന് വണ്ടി പിടിച്ച് അവിടെ വരെ പോയേ? എടാ, ഒന്നാമത് തന്നെ ഈ പ്രൊട്ടസ്റ്റിനെ അടിച്ചമർത്താനായിട്ട് പല വേറെ ശക്തികൾ ശ്രമിക്കുന്നുണ്ട്. അതിന്റെ കൂടെ നീയൊക്കെ ഒന്ന് ഇങ്ങനെ ഇട്ടു കൊടുക്കല്ലേ? അത് പ്രതികരിക്കണം. അല്ല, ഒരു സംശയം, ഇവിടുത്തെ കുട്ടികളെ നീറ്റ് എഴുതുന്നില്ലേ? അതോ കേരളത്തെ ഒഴിച്ചിട്ടാണോ നീറ്റ്? എങ്ങനെയാണത് മനസ്സിലാവുന്നില്ല. അത് കറക്റ്റ് ഈ ഒരു സമയത്ത് മാത്രം വരേണ്ട ഒരു ആവശ്യം. PSC ആയിട്ടുള്ള പ്രശ്നമൊന്നും മനസ്സിലായി, അത് പ്രതിഷേധിക്കേണ്ടത് തന്നെയാണ്, അതിനൊന്നും കുറ്റം പറയുന്നില്ല. എന്നാലും ഇതിനൊരു ദുരുദ്ദേശം ഇല്ലേ? പിന്നെ നമുക്ക് പ്രൊട്ടസ്റ്റില് കേരളത്തിൽ നിന്ന് പങ്കെടുത്ത ഒരു ധീര വനിതയുണ്ട്, അത് കാണാം. എന്തെങ്കിലും കാരണം കിട്ടാൻ നോക്കി നിൽക്കുന്നവർക്ക് കൊണ്ട് ഇങ്ങനെ ലോട്ടറി ആണെങ്കിൽ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ കൊടുക്കും. അതില് ഒരെണ്ണമാണിത്. അടുത്ത ഒരെണ്ണമുണ്ട്. ഇവ എവിടുന്ന് വന്നെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്കെതിരെ കേസൊക്കെ ആയിട്ടുണ്ട്. ചെന്ന് കയറി കൊടുക്കും. നീ ഇവിടെ തന്നെ ഇരുന്നതൊക്കെ പറയണം. എടാ, അത് സംഭവം ശരിയാണ്, പ്രൊട്ടസ്റ്റ് ആണ്. സമാധാനപരമായ പ്രൊട്ടസ്റ്റിനെയാണ് ഞാൻ അനുകൂലിക്കുന്നത്, വയലൻസിനെ ഞാൻ അനുകൂലിക്കുന്നില്ല. ഇതൊക്കെ പോക്കൃത്തരമാണ്.